രാത്രിക്ക് ശേഷം അവർ ഇടയ്ക്കിടയ്ക്ക് അവരുടേതായ പ്രണയ നിമിഷങ്ങൾക്ക് സാഹചര്യം ഒരുക്കാറുണ്ട്. അവരുടെ പ്രണയം ദിനം പ്രതി കൂടുക അല്ലാതെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങളായി കടന്നുപോയി. അവരുടെ പ്രണയം അതിനൊക്കെ കൂടുതൽ ദൃഢതയോടെ പോയി. അങ്ങനെ ഇരിക്കൊരു ദിവസം അവളുടെ ഫോണിൽ ഒരു കോൾ വരുന്നു. ഇവൻ എന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നേ? അതും പറഞ്ഞ് അവൾ കോൾ എടുക്കുന്നു. ഹലോ. എടി പാറു. അതേ പാറു തന്നെയാ. അത് നീ അറിഞ്ഞോ? എന്തറിഞ്ഞോനെ? അത് നമ്മളെ കാശിയുടെ കല്യാണം ഉറപ്പിച്ചു. കാശിയുടെയോ? ഒന്ന് പോയടാ. അതും പറഞ്ഞവൻ കോൾ കട്ട് ചെയ്തു. അവൻ തന്നെ കളിപ്പിക്കാൻ പറഞ്ഞതാണെന്ന് വിശ്വസിച്ച് അവരുടെ ജോലിയിൽ ഏർപ്പെട്ടു. അന്ന് രാത്രി പതിവ് പോലെ അവർ ഫോണിലൂടെ സംസാരിച്ചു. ഇരുവരും കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചതേയില്ല. അവനൊന്നും അവളോട് പറഞ്ഞതുമില്ല. അവളാകട്ടെ ഒന്നും ചോദിച്ചതുമില്ല. ആ ഫോൺ കോളും എന്നത്തെയും പോലെ അവസാനിച്ചു. പിന്നെയും ദിവസങ്ങൾ പിന്നിട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ അറിയുന്നു അവന്റെ കല്യാണം അത് സത്യമാണെന്ന്. അന്ന് രാത്രി പതിവ് പോലെ അവൻ വിളിച്ചു. അവൾ സംസാരിച്ചു. സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അവൾ അവനോട് ഒന്നും ചോദിക്കാൻ നിന്നില്ല. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവർ മുന്നോട്ട് പോയി. എന്നാൽ അവനോട് സംസാരിക്കുന്ന സമയങ്ങൾ മാത്രമായിരുന്നു അവൾ പഴയതുപോലെ. അതിനുശേഷമുള്ള സമയം മുഴുവൻ അവൾ കരഞ്ഞു തീർത്തു. അവളുടെ പോക്ക് കണ്ട വീട്ടുകാർക്ക് പേടിയായി തുടങ്ങി. പിന്നീടുള്ള ദിവസങ്ങൾ അവൾ അവളെ തന്നെ ഒരു മുറിയിൽ അടച്ചിടുന്ന രീതിയിലേക്കായി പോക്ക്. ഒരു ദിവസം അവളുടെ മുറിയുടെ വാതിൽ എത്ര വിളിച്ചിട്ടും അവൾ തുറന്നില്ല. ഏട്ടാ, എനിക്ക് പേടിയാണ് അവളുടെ കാര്യം ചിന്തിച്ചിട്ട്. നീ വിഷമിക്കാതിരിക്കുക മോളെ. പാറു പാറു. കരഞ്ഞു വരങ്ങിയ കണ്ണുമായി അവൾ ഇറങ്ങി വന്നു. എന്താ മോളെ നിന്റെ കോലം? നീ എന്തെങ്കിലും വന്ന് കഴിക്കും. എന്റെ അമ്മ എനിക്കൊന്ന് കിടക്കണം. നിങ്ങളൊന്ന് പോകുമോ? അവൾ അവിടെ നിന്നും പോയി. അവൾ മുറിയിൽ കയറി വാതിലടച്ചു. അവൻ എന്നും തോന്നി നമ്മുടെ മോളോട് ഇങ്ങനെ ചെയ്യാൻ. അവൾ നമ്മളെ പോലും ധിക്കരിച്ചല്ലേ അവനെ സ്നേഹിച്ചത്. എന്നിട്ട് അവൻ എന്നും തോന്നി. അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. അവരുടെ ദുഃഖവും അതിനൊപ്പം കൂടി വന്നു. അവൾ പിന്നീട് ദിവസങ്ങൾ അവനെ മറ്റുള്ള നിമിഷങ്ങളൊക്കെ അവന്റെ ഓർമ്മയിൽ കഴിഞ്ഞു. കാശി. എന്താ ശ്രീ? ഒന്നുമില്ല. എടാ കാശി, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ചേട്ടാ നീ കളിക്കല്ലേ. നീ എന്തോ ഒന്നും അറിയാത്ത പോലെ. എന്താണ് നീ പറയുന്നത്? ഒന്ന് എടാ പാറും അവളുടെ കാര്യം ഞാൻ പറയുന്നത്. ആ പാവത്തിന് ഇങ്ങനെ സങ്കടത്തിലാഴ്ത്തണോ? നീ അതാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ പിന്നെ എന്താ വേണ്ടത്? നിനക്കറിയില്ലേ അവളുടെ വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടങ്ങളാണ്. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പറ. ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ നീ ഇത്രയും കാലം സ്നേഹിച്ചത്. പിന്നെന്തിപ്പോ? കാശി കാശി. അവന് കുറെ വിളിച്ചിട്ടും കാശി ഒന്നും പറയാതെ അവിടെ നിന്നും പോയി. മോളെ നീ ഇങ്ങോട്ടാ. കുറെ ദിവസങ്ങൾക്ക് ശേഷം തന്റെ മകളെ സന്തോഷത്തിൽ കണ്ടതിന്റെ ഷോക്കിൽ അമ്മ ചോദിച്ചു,
പാറുവിന് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ എല്ലാവരും കാണുന്നത്. അതിന്റെ അമ്പരപ്പ് എല്ലാവരുടെയും മുഖത്ത് പ്രകടമാണ്. പാറു, നിന്നോട് ഞാൻ ചോദിച്ചു. അമ്മ ചോദിച്ചതിന്റെ മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചു. പിന്നീട് പറഞ്ഞു, അമ്മ ഇന്നലെ കാശിയേട്ടന്റെ കല്യാണം പോകേണ്ട കല്യാണത്തിന്. മോളെ, അത് വേണ്ട, നീ പോകണ്ട മോളെ. വേണമേ, എനിക്കെല്ലാം മറക്കാൻ ഈ കല്യാണം തന്നെ പറ്റും. നിങ്ങൾ റെഡിയായി വാ, നമുക്ക് പോവാം. അത്രയും പറഞ്ഞ് തന്റെ സങ്കടം മുഖത്ത് കാണിക്കാതെ അവൻ റൂമിൽ പോയി. ഒന്നും പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന അവൾക്ക് നന്ദി അറിയാമായിരുന്നിട്ടും അവൾ തന്റെ വീട്ടുകാർക്ക് വേണ്ടി എല്ലാം മറക്കാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗം എന്താണെന്നാണ് അവൾ കല്യാണത്തിന് പങ്കെടുക്കാൻ തന്നെ തീരുമാനിച്ചത്. എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക്. അവരുടെ കൂട്ടത്തിൽ പാറവും ഫാമിലിയും ഉണ്ട്. പെട്ടെന്ന് എല്ലാവരുടെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടായി. അവൾ വന്ന് പറഞ്ഞു, കാശി, ഒരു പ്രശ്നമുണ്ട്. അവൾ ശ്രീയെ കാണാനില്ല. ഇത് കേട്ട് കാശി ഒരു കുലുക്കവും ഇല്ലാതെ നിന്നു. വന്നവരെല്ലാം കാര്യം അറിഞ്ഞ് പരസ്പരം കളിയാക്കലുകൾ തുടങ്ങി. എന്നാൽ കാശിയിൽ മാത്രം ഒരു ചെറിയ പുഞ്ചിരിയായിരുന്നു. അവൻ മെല്ലെ അവന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് ചെയ്യുമെന്ന് പറഞ്ഞു. ആ അമ്മയുടെ മുഖത്തും ഒരു പുഞ്ചിരി വന്നു. തന്റെ അമ്മയുടെ സമ്മതം കിട്ടിയവിടെ പാറുവിന്റെ അടുത്ത് ചെന്ന് അവളുടെ കൈ പിടിച്ച് എല്ലാവരോടുമായി പറഞ്ഞു, ഇത് പാർവതി, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണ്. എല്ലാവരും അവരെ തന്നെ നോക്കി വന്നു. കാശി തുടർന്നു, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് ഞാൻ വിവാഹം കഴിക്കാനിരുന്ന ശ്രീനന്ദ അവളുടെ കാമുകൻ്റെ കൂടെ പോയി. അവളുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞു കാണും. ഈ കാര്യങ്ങളെല്ലാം എനിക്ക് മുന്നേ അറിയാമായിരുന്നു. പിന്നെ ഇതുവരെ എത്തിച്ചത് എനിക്കിതാ എൻ്റെ ഈ പെണ്ണിനെ കിട്ടാൻ വേണ്ടിയാണ്. അവനത് പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ കൈ പിടിച്ച് മണ്ഡപത്തിൽ കയറി അവളെ താഴെ ചർത്തി. ആ നിമിഷങ്ങളെല്ലാം അവൾക്കൊരത്ഭുതത്തോടെ നോക്കി നിന്നു. ഒരു ചില പോലെ ഒന്നും അറിയാതെ അവൾ അവന്റെ താഴെ സ്വീകരിച്ചു. അവൾക്കുള്ളിൽ പല ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു. ഇതിന്റെ എല്ലാ അർത്ഥം എന്താണെന്ന് മട്ടിൽ അവൾ അവനെ വീണ്ടും നോക്കി. എന്നാൽ അവൾക്ക് അവന്റെ മുഖത്തൊരു പുഞ്ചിരി മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ ശേഷം അവൾ അവനോടായി ചോദിച്ചു, കാശിയേട്ടാ. എന്താ പെണ്ണെ, പേടിച്ചു പോയോ? അവളൊന്നും പറഞ്ഞില്ല. പകരം അവനെ വാരിപ്പുണർന്നു. പിന്നെ ഇതെല്ലാം ഒരു നാടകമായിരുന്നില്ലേ? നിന്നെ കിട്ടാൻ ഞാൻ കളിച്ചൊരു നാടകം. അവൻ പറഞ്ഞതൊന്നും മനസ്സിലാവാത്ത ഭാവത്തിൽ അവൾ അവനെ നോക്കി. എന്നാൽ അവനാകട്ടെ അവളെ വാരിപ്പുണർന്ന് കേടമായി ചുമച്ചു. എന്താ പറ്റി? അതെ, ഞാൻ സ്വപ്നം കണ്ടതാ. സ്വപ്നം? എന്റെ മോള് സ്വപ്നം കേട്ടിട്ടില്ല. സ്വപ്നമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ആരൊക്കെ കൊണ്ട് ചോദിച്ചതാ. അല്ല, എന്താ സ്വപ്നം കണ്ടത്? അത് നിന്റെ കല്യാണം. നീ നല്ല രാത്രി പറഞ്ഞില്ലേ, അന്ന് കാണാൻ വന്ന കാര്യങ്ങളൊക്കെ ഇത് സ്റ്റോറി ആക്കിക്കന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ ബാക്കിയെന്ന് പറയും ഞാൻ സ്വപ്നം കണ്ടത്. അമ്മ ചേച്ചി ഹലോ അമ്മ.
സ്നേഹിച്ച് ഇത് പ്രണവത്തിൻ്റെ സ്പെഷ്യൽ പാട്ടാണ്. ഈ സ്പെഷ്യൽ പാട്ട് എന്ന് വെച്ചാൽ ഞാൻ സ്വപ്നം കണ്ടതാണ്. അത് ഈ പ്രണവ് എന്ന സ്റ്റോറി അതിൻ്റെ യഥാർത്ഥ അവകാശമില്ലേ എന്ന് വെച്ചാൽ അവളുടെ സ്റ്റോറിയാണ് പ്രണവ്. അവളന്ന് നടന്ന സംഭവം എന്നോട് ഞാൻ അവളെ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്. അതാണ് പ്രണവ് എന്ന് പറയുന്ന മനുഷ്യട്ട്. അന്ന് രാത്രി ഞാൻ സ്വപ്നം കണ്ട ഒരു ഭാഗമാണ് ഞാൻ സ്പെഷ്യൽ പാട്ടായിട്ട് ചെയ്തത്. സ്പെഷ്യൽ പാട്ടും പ്രണവും തമ്മിൽ യാതൊരു ബന്ധമില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അത് ഞാൻ കണ്ട സ്വപ്നം മാത്രമാണ്. പിന്നെന്താന്ന് വെച്ചാല് വീഡിയോ ഇടാൻ വൈകുന്നത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈമേ കിട്ടുന്നില്ല. ഇപ്പൊ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വന്നിട്ടും തന്നെ എനിക്ക് യാത്രാക്ഷീണവും കാര്യങ്ങളായിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും തോന്നാറില്ല. ഞാൻ വന്ന് കിടന്നുറങ്ങാന്നുള്ള മൈൻഡോട് കൂടെ ഞാൻ വരുന്ന വീട്ടില് അങ്ങനെ നിൽക്കുന്ന ടൈമിൽ എഡിറ്റിങ് വേറൊന്നും ഞാൻ ഓർക്കില്ല. ഞാൻ കുറേ പേരനോട് അതുപോലെ തന്നെ കുറേ പേരനോട് ഗൗരി ശങ്കർ എഫപ്പ് അതിൻ്റെ ബാക്കി എപ്പിസോഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ ആ എഫപ്പ് ഇടാത്തത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ ഇന്ന് മണാലി വരെ ട്രിപ്പ് പോയിരുന്നു. അപ്പൊ എന്റെ തല വർക്ക് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ചെയ്തത്. ഞാൻ സ്റ്റോറിയുടെ സമ്മറി ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റോറിയുടെ സമ്മറി അത് എഴുതിക്കും. ഒരു ത്രെഡ് കിട്ടിയാൽ അതെങ്ങനെ തുടങ്ങണം അതെങ്ങനെ അവസാനിക്കണം എന്നുള്ള സംഭവം അത് എഴുതി വെക്കും. പിന്നെ എനിക്ക് എന്റെ തല വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് ഞാൻ എന്ത് ചെയ്യുക, ഇത് സ്ക്രിപ്റ്റ് ആക്കിയിട്ടിരിക്കുക, ഓരോ എപ്പിസോഡാക്കുക. അപ്പൊ അഥവാ എവിടുന്ന് എന്റെ തല വർക്ക് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ട്രിപ്പ് പോയപ്പോൾ ഞാൻ സ്റ്റോറി എഴുതുന്ന ബുക്കും കൂടി കൊണ്ടുപോയി. അത് മണാലിയിലെ ഏതോ ഒരു ഹോട്ടലിൽ ഞങ്ങൾ താമസിച്ച റൂമിലുണ്ട്. എവിടെ എനിക്ക് മര്യാദക്കാരനോട് എവിടെ ഏത് ഹോട്ടലിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് കുറേ ഉണ്ട് അവിടെ. രണ്ടാമത് ട്രിപ്പ് പോയി അവരോട് എടുക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഹോട്ടലിന്റെ പേര് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് അതിന്റെ എപ്പിസോഡ് പെടാത്തത്. അതിന്റെ ടെക്സ്റ്റ് എൻ്റെ അടുത്തുനിന്ന് പോയി. അതിന് ഏതാന്ന് അറിഞ്ഞൂടാ. സംഭവം ഇങ്ങനെ അവസാനിപ്പിക്കേണ്ടെന്ന് അറിയാം. ഇനി അതെങ്ങനെ എഴുതണ്ടെന്ന് സത്യം പറഞ്ഞ് ഞാൻ മറന്നുപോയി. അത് ഞങ്ങൾ ശരിയാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ടേ അതൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറും കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ എഫപ്പുകൾ എന്താ പറയാ ഇടുന്നുള്ളൂ, അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. മറ്റേ എഫപ്പുകളിലെ പാട്ട് അത് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഒരു എഫപ്പും കൂടി ഉണ്ട്, ഒരു മണിക്കൂറും കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് എത്ര ഉള്ളൂ. പിന്നെ ഈ സ്പെഷ്യൽ പാട്ടായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. യഥാർത്ഥ സ്റ്റോറി ഒരിക്കലും ഇങ്ങനൊരു സംഭവം നടക്കൂല. ഇങ്ങനൊരു സംഭവം അഥവാ നടന്നാല് ഇങ്ങനെ ആവൂല അവള് റിയാക്ട് ചെയ്യുക. ഓളും കൊല്ലും ഓളും ചാവും. ഇതേ ഓളൊന്നും ആവില്ല. ഇത് ജസ്റ്റ് ഞാൻ കണ്ടൊരു സ്വപ്നം മാത്രമാണ്. പിന്നെ ഈ വീഡിയോയിൽ കുറേ തെറ്റുകുറ്റങ്ങളുണ്ടാവും. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്റ്റോറി എഴുതി പോകാന്നല്ലാതെ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ഡയലോഗ് ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ സ്റ്റോറികൾ ഇങ്ങനെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് സ്ക്രിപ്റ്റ് ആക്കാൻ എനിക്കറിയില്ല. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും സ്റ്റോറിക്ക്. പിന്നെ ഇതൊക്കെ വീഡിയോയിൽ പറയുന്നത് വേറെ കൊണ്ടല്ല. കമ്മ്യൂണിറ്റി പോസ്റ്റ് എത്ര പേര് കാണുന്നുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പിന്നെ ടൈപ്പ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അത്രയും വലിയ മതി വേറെ ഒന്നുമില്ല. എനിക്ക് വോയിസ് അയക്കുന്നത് ഇഷ്ടം. അതുകൊണ്ടാണ് വീഡിയോയുടെ കൂടെ തന്നെ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.